ഹായ് ഫ്രണ്ട്സ്, കലാവറ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ ചിക്കൻ ഡോണറ്റ്സ്. ഈ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഇതിനായി എടുത്തിരിക്കുന്നത് 500 ഗ്രാംസിൻ്റെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്യാം. ഈ കുക്ക് ചെയ്ത ചിക്കനെ ഒരു ചോപ്പറിലിട്ട് മിൻസ് ചെയ്തെടുക്കാം. അടുത്തതായി എടുത്തിരിക്കുന്നത് 6 വലിയ സൈസ് പൊട്ടറ്റോസ് ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കൂടെ ഈ ചോപ്പ് ചെയ്ത ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇടുന്നത് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആണ്. അടുത്തതായി ചേർക്കുന്നത് മൊസറല്ല ചീസാണ്. അത് 1/2 കപ്പ് 250 ml കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് വീതം റെഡും യെല്ലോയും ക്യാപ്സിക്കമാണ്, ചെറുതായി കട്ട് ചെയ്തത്. ഇനി 1/2 കപ്പ് ക്യാരറ്റ് ഷ്രെഡ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ 6 ചെറുതായി കട്ട് ചെയ്ത ഗ്രീൻ ചില്ലീസും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പാഴ്സ്ലയും ചെറുതായി അരിഞ്ഞത്. കൂടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. അടുത്തതായി ചേർക്കുന്നത് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബാണ്. അത് പൊടിച്ച് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത ബ്ലാക്ക് പെപ്പറും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായി ചേർക്കുന്നത് ഒരു വലിയ മുട്ടയാണ്. ഇനി എല്ലാം കൂടെ യോജിപ്പിച്ച് ചേർക്കാം. ഇനി ഈ പൊട്ടറ്റോ മിക്സിനെ നമുക്ക് ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലോ ഉഴുന്നോടെ ഷേപ്പിലോ ചെയ്തെടുക്കാവുന്നതാണ്. കുറേശ്ശെയായി മിക്സ് എടുത്ത് കയ്യിൽ വെച്ച് മിഡിലിൽ ഹോളുണ്ടാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ഇനി എല്ലാം നമുക്ക് ഒന്നൊന്നായി ചെയ്തെടുക്കാം. ഇവിടെയെല്ലാം ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് കോട്ടിങ് ചെയ്യാം. ഇനി ബ്രെഡ് ക്രംസ് വെച്ച് കോട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനേക്ക് ആവശ്യമായത് 2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. കൂടെ 1 കപ്പ് പ്ലെയിൻ ഫ്ലവർ അല്ലെങ്കിൽ മൈദ മാവ് 1.5 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഓരോന്നായി ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് ഓരോന്നായി നമുക്ക് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പൊട്ടറ്റോ മിക്സിൽ നിന്നും നമുക്ക് ഏകദേശം 25-26 ഡോണറ്റ്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഡോണറ്റ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിനിമം 1/2 hour ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യാം. അത് നമ്മൾ ഓയിൽ ഇടുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഓരോന്നോരോന്നായി നല്ല ഹോട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഡോണറ്റ്സ് ഇട്ടതിന് ശേഷം ഒരു 2 minutes കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചിടാൻ പാടുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്
പൊട്ടറ്റോസും ചിക്കനും ചേർന്നതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇവിടെ നല്ല ക്രിസ്പിയായ ചിക്കൻ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റിംഗ് ടൈം.